ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഉടുപ്പിയിൽ റെയിൽവേ സ്റ്റേഷൻ വെച്ച് പറഞ്ഞില്ലേ, ഇപ്പോൾ നിൽക്കുന്നത് ഗോകർണത്തെ മഹാബലേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. രാവണന് മഹാദേവൻ തൻ്റെ ആത്മലിംഗം കൊടുത്തു. അപ്പോൾ ഇന്നലെ രാത്രി ഞാനിവിടെ വന്നു. എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ ക്ഷേത്ര സമുച്ചയം. ഞാൻ തിരിച്ച് കാണിച്ചു തരാം, ക്ഷേത്രവും കാണിക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ബാക്കും തിരിഞ്ഞാൽ ഇത് കടലാണ്. അതേ കടൽക്കരയാണ്. കടൽ തിരകൾ വന്നടിക്കുന്നത് കാണാം. കടൽക്കരയാണ്. കടൽ തീരത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്നതും നമ്മൾ താമസിക്കുന്നത്. കണ്ടോ കടൽ. അപ്പോൾ ഒരു ബീച്ച് റിസോർട്ടാണ് എന്ന് പറഞ്ഞ് ഞാനും പടച്ചൂനെ മാത്രമേ ഉള്ളൂ, വേറെ ആരുമൊന്നുമില്ല. അതാ സംഭവം. ഞാൻ ഫ്രണ്ട് ക്യാമറയിലൂടെ ഇതെൻ്റെ റൂം. എങ്ങനെ മറിച്ചാലും ഞാൻ ക്ഷേത്രം കാണിക്കാം. ശ്രീ മഹാഗണപതി ടെമ്പിൾ, ശ്രീ മഹാബലേശ്വര ടെമ്പിൾ, ഗോകർണ മെയിൻ ബീച്ച്. അതാണ് നമ്മൾ ഇവിടെ നിന്നോട്ടേക്ക് പോകാനായിട്ട് പോകും. നമുക്ക് ഞാൻ ക്ഷേത്രവും ബീച്ചും കാണിച്ചു തരാം. അഗ്രഹാരങ്ങൾ കണക്കാണ്, ഒരുപാട് താമസിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വരുന്നതിന് മുമ്പ് ക്ഷേത്രത്തെക്കുറിച്ച് അറിയണം. രാവണൻ മഹാദേവൻ്റെ ആത്മലിംഗം കിട്ടാൻ വേണ്ടി അദ്ദേഹം തപസ് ചെയ്തു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആത്മലിംഗം അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷെ ആത്മലിംഗം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ആത്മലിംഗം കൊണ്ട് ലങ്കയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ രാവണനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ ദേവന്മാർ കൂടി ആലോചിച്ച് ഗണപതിയെ ഏൽപ്പിച്ചു. ഗണപതി സന്ധ്യാവന്തനം, രാവണൻ കൃത്യമായി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ സന്ധ്യാവന്തനത്തിന് സമയമായപ്പം ഈ ഗോകർണം കടൽ തീരത്തെത്തി. അവിടെ ഇറങ്ങി അദ്ദേഹം സന്ധ്യാവന്തനം തുടങ്ങാൻ സമയത്ത് ഒരു കുട്ടി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഈ ആത്മലിംഗം നീ കുറച്ച് നേരം ഒന്ന് പിടിച്ചോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യം രാവണ എന്ന് വിളിക്കും, അതിന് മുമ്പ് വാങ്ങിച്ചോളണമെന്ന് പറഞ്ഞു. രാവണൻ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും 3 വട്ടം വിളിച്ചു. അദ്ദേഹം ഗണപതി സ്വാമി ആ ലിംഗത്തെ അവിടെ പ്രതിഷ്ഠിച്ചു. ആ സ്ഥലമാണ് മഹാബലേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്ന. ഏകദേശം 1800ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഒരുപാട് പേര് തർക്കാനൊക്കെ ശ്രമിച്ചിരുന്നു, പക്ഷേ കൂടുതൽ പവർഫുള്ളാണ്. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ഒരേ ഒരു ആത്മലിംഗമേ ഉള്ളൂ. ഇനി ലിംഗം കണ്ടു തൊഴാനായിട്ട് വരുന്നവർക്ക് നിരാശയുണ്ടാവും. കാരണം ഇവിടെ നിങ്ങൾക്ക് സാധാ മഹാദേവ ക്ഷേത്രത്തിലോ ജ്യോതിർലിംഗങ്ങൾ കാണുന്ന കണക്കോ ഒന്നും ഇവിടെ ശിവലിംഗത്തെ കാണാൻ കഴിയില്ല. പക്ഷേ ആത്മബോധമുള്ളവർക്ക്, തൻ്റെ ആത്മാവ് റൂഹ് എന്ന് പറയുന്ന ആത്മബോധം കിട്ടിയവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അനുഭവ സുഖങ്ങളുണ്ടാവും. സ്പർശിക്കാൻ പറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. ലിംഗത്തെ സ്പർശിക്കാൻ പറ്റും. ഓക്കെ, അതൊരു സർപ്രൈസാണ്. വന്ന് കണ്ട് അനുഗ്രഹീതരാകുക. അനുഗ്രഹം കിട്ടിയാൽ, സ്പർശിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളേറെ ദൈവിക അനുഗ്രഹമുള്ളവരെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ ആ ഗണപതി സ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യം തൊഴേണ്ടത്. നമുക്ക് നോക്കാം. ഇതാ ഗണപതി സ്വാമി ക്ഷേത്രം എത്തിക്കഴിഞ്ഞു. ഇതാണ് മഹാബലേശ്വരനെ ഇവിടെ പ്രതിഷ്ഠിച്ച മഹാഗണപതി സ്വാമി. മറ്റ് ഗണപതി ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെയല്ല. ഇതിനകത്ത് കയറി കാണുമ്പോൾ മനസ്സിലാകും, ഒരു പ്രത്യേകതരം ഒരു കുട്ടി നിൽക്കുന്ന പോലെയുള്ള കുട്ടി ഗണപതിയാണ്. പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. കഴിയുന്നവർ തീർച്ചയായിട്ടും വരണം. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് മഹാദേവ ക്ഷേത്രം. മഹാബലേശ്വര ടെമ്പിൾ. ഇതാണ് ക്ഷേത്രം. മെയിൻ എൻട്രൻസ് അപ്പുറത്താണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് സ്പൈസസ് ഉണ്ട്. നിറയെ കടകളും സ്പൈസിൻ്റെയാണ്. സ്പൈസസാണ്. സ്പൈസസ് ആൻഡ് കോണ്ടിമെൻറ്റ്സ് നിറയുണ്ട്. ഇതാണ് മഹാബലേശ്വരൻ്റെ മെയിൻ ക്ഷേത്ര സന്നിധി. കുളിച്ച് വൃത്തിയായേ കയറാൻ പാടുള്ളൂ. കാരണം ആത്മലിംഗത്തിലുള്ള സ്പർശന സുഖം ലഭിക്കുന്ന ക്ഷേത്രമാണ്. ഇതെല്ലാം അഗ്രഹാരം പോലെയാണ്. അതെ, ആ കാണുന്നതാണ് ബീച്ച്. ഞാൻ പറഞ്ഞില്ലേ, കറുകപ്പട്ട, ഏലം, ഗ്രാമ്പൂ, അതിൻ്റെ പൗഡറുകൾ ഇവിടെ നിറയുണ്ട്. സ്പൈസസ് ആൻഡ് കോണ്ടിമെൻറ്റ്സ്. ഇതാണ് അന്നദാനശാല. ഇവിടെ അന്നദാനം പ്രത്യേക സമയങ്ങളിൽ നടക്കുന്നു. ഇത് ബീച്ച്. നമ്മൾ ഗോകർണ ബീച്ചിലേക്ക് കിടക്കുകയാണ്. ഇതാണ് ഗോകർണ ബീച്ച്.
ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഗോവയ്ക്ക് എത്താനായിട്ട്. ഇവിടെ ബൈക്ക് ടാക്സി ആയിട്ടൊക്കെ കിട്ടും, നമുക്ക് റെൻറ്റിന് എടുക്കാം. നല്ലൊരു ബീച്ചാണ് ഗോകർണ റിസോർട്ട്. ഞാൻ താമസിക്കുന്നത് അവിടെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഉറപ്പായും കഴിയുന്നുള്ളവർ ഗോകർണത്ത് വന്ന് മഹാദേവൻ്റെ ആത്മലിംഗം ദർശിക്കണം, സ്പർശിക്കണം. ദർശനം ബുദ്ധിമുട്ടാണ്, പക്ഷെ സ്പർശിക്കാൻ കഴിഞ്ഞാൽ അനുഗ്രഹീതരാവും. അത് ആത്മബോധമുള്ളവർക്കേ പറ്റത്തുള്ളൂ. അതിന് ജ്ഞാനം, വേദഗ്രന്ഥം, ഇവിടെയെല്ലാം വേദപഠനശാല നിറയുണ്ട്, ഉടുപ്പിയിലും ഇവിടെയെല്ലാം. ഇപ്പം എൻ്റെ പുറകിൽ നോക്കിയ ബീച്ച് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ ഒന്ന് തിരിച്ചു പിടിച്ചാൽ മഹാബലേശ്വര ക്ഷേത്രം, ആത്മലിംഗം. ഭൂമിയിൽ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ, ക്ഷേത്രമേ ഉള്ളൂ. അത് ഗോകർണത്തുള്ള ഈ മഹാബലേശ്വര ക്ഷേത്രമാണ്. കഴിയുന്നവർ വരിക, സ്പർശിച്ച് അനുഗ്രഹിക്കുക. താങ്ക് യു.